നമസ്കാരം. നെസ്റ്റ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യത്തെ വാഗമൺ യാത്രയുടെ അവസാനത്തെ എപ്പിസോഡാണിത്. വാഗമണിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും കണ്ട ശേഷം തിരിച്ച് പോകുന്ന വഴിയാണ്. വാഗമൺ മൊട്ടക്കുന്നിനടുത്തുള്ള പൈൻ വാലി സന്ദർശിച്ച ശേഷം തിരിച്ച് ഏലപ്പാറ വഴി കുട്ടിക്കാനം ഭാഗത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ നല്ല തിരക്കുള്ള സമയമാണ് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ വാഗമണ്ണിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികളെത്തുന്ന സീസൺ കൂടിയാണിത്. യാത്രയൊക്കെ കഴിഞ്ഞ ശേഷം ഏലപ്പാറ വഴി പോകുമ്പോൾ വളരെ സുഖകരമായ കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. വാഗമൺ യാത്രകളിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന യാത്രാമാർഗമാണ് ഇത്. വാഗമണ്ണിലെ ഓരോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും സന്ദർശിച്ച ശേഷം തിരിച്ചു പോകുന്ന വഴികൾ അത്രയും മനോഹരങ്ങളാണ്. മുൻപുള്ള വീഡിയോകൾ കണ്ടിട്ടില്ല എങ്കിൽ താഴെ ലിങ്കുകൾ കൊടുക്കുന്നുണ്ട്, കാണാൻ ശ്രമിക്കുക. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1300 അടി ഉയരത്തിലാണ് വാഗമണ്ണിൻ്റെ പല ഭാഗങ്ങളും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് വിവിധ തരത്തിലുള്ള സസ്യജാലങ്ങളും മൊട്ടക്കുന്നുകളും മലനിരകളും ഒക്കെ നമുക്ക് ഓരോ വഴികളിലും കാണാൻ സാധിക്കും. ആകെ വൃത്തികേടായി തോന്നിയത് യാത്ര ചെയ്യുന്നവർ വഴിയരികിൽ ഉപേക്ഷിക്കുന്ന മാലിന്യങ്ങളാണ്. അത് വളരെ മോശമായ പ്രവൃത്തിയാണ്. ചെറുതും വലുതുമായ വലിയ വാഹനങ്ങൾ വരുന്നവരാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അഡ്വഞ്ചർ പാർക്കിനോട് ചേർന്നുള്ള വഴിയിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ സമയം 4:30 കഴിഞ്ഞു. 5 മണി വരെയുള്ളൂ ഇവിടെ പ്രവേശനം. സമയം 4:30 കഴിഞ്ഞതേ ഉള്ളൂ. അന്തരീക്ഷത്തിൽ കാർമേഘങ്ങൾ കാണുന്നുണ്ട്. രാവിലെ വന്ന സമയത്ത് ചെറിയ മഴയുണ്ടായിരുന്നു. പിന്നീട് മഴ അങ്ങോട്ടില്ല. പോകുന്ന സമയത്ത് മഴയാണെങ്കിൽ അല്പം കൂടെ നല്ലതാണ്. എന്നാൽ വാഗമണ്ണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മഴക്കാലം വളരെ റിസ്ക്കിയാണ്. ഇടിമിന്നലുള്ള സമയമൊക്കെ ആണെങ്കിൽ വാഗമണ്ണിൽ ഉച്ച തിരിയും മുമ്പ് പ്രധാന സ്ഥലങ്ങളെല്ലാം കണ്ട് തിരികെ പോകുന്നത് നല്ലതാണ്. ഇടിമിന്നലേൽക്കാൻ സാധ്യതയുള്ള ഒരു വഴിയിൽ കൂടിയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സുന്ദരമായ പ്രകൃതി ദൃശ്യമാണ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുക. കാർമേഘവും അതോടൊപ്പം തന്നെ മേഘപ്പാളികൾക്കിടയിലുള്ള വെളിച്ചവും. ഈ റോഡിലൂടെ പോകുമ്പോൾ ധാരാളം വളവുകളുള്ള വഴികളാണ് കാണാൻ സാധിക്കുക. അതുകൊണ്ട് ഹോൺ അടിച്ച് പോകുന്നതാണ് സുരക്ഷിതം. ഈ വിജനമായ റോഡ് കുറേ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ചെന്നെത്തുക ഏലപ്പാറയുടേതായ തേയിലത്തോട്ടങ്ങളുടെ നടുവിലേക്കാണ്. വാഗമണ്ണിൽ തേയിലത്തോട്ടങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും വളരെ സുന്ദരമായ ഫലപുഷ്ടമായ തേയിലത്തോട്ടങ്ങൾ കാണാൻ സാധിക്കുന്നത് ഏലപ്പാറ ഭാഗങ്ങളിലേക്ക് എത്തുമ്പോഴാണ്. മഴയുള്ള സമയങ്ങളിലൊക്കെ ഇതുവഴി വരിക വളരെ മനോഹരമായിരിക്കും. നേരത്തെ യാത്ര ചെയ്തിട്ടുണ്ട്. നല്ല മഴയോടൊപ്പം തന്നെ കോടയും ഈ വഴി വരുന്ന സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ കാണുന്ന മലനിരകൾക്കിടയിലൊക്കെ മേഘപ്പാളികൾ വന്നു നിൽക്കുന്ന കാഴ്ചയൊക്കെ ആ സമയത്ത് വളരെ മനോഹരമാണ്. സായാഹ്നത്തിൻ്റെ മനോഹരത വളരെ സുന്ദരമാണെന്ന് തന്നെ പറയാം. അങ്ങനെ കാണുന്ന മലനിരകളും ചെറിയ ഗ്രാമങ്ങളും അതിനോട് ചേർന്നുള്ള ആരാധനാലയങ്ങളുമൊക്കെ കണ്ട് ഇതുവഴി സഞ്ചരിക്കാം. വാഗമണ്ണിലുള്ള ആളുകളുടെ ഏറ്റവും കൂടുതൽ വരുമാന മാർഗമെന്ന് പറയുന്നത് ടൂറിസത്തിൽ നിന്നുള്ള വരുമാനവും ഏലവും കാപ്പിയും തേയിലയും ഒക്കെ ചേർന്നുള്ള വിളകളുടെ കൃഷിയിലൂടെയുള്ള വരുമാനവുമാണ്. രാവിലെ 6 മണിയോടടുത്ത് വാഗമണ്ണിലെത്തിയതാണ്. ഇപ്പോൾ ഏകദേശം 5 മണിയോടടുത്ത് കഴിഞ്ഞു. ഒരു ദിവസം കൊണ്ട് നമുക്ക് വാഗമണ്ണിലെ പ്രധാന സ്ഥലങ്ങളൊക്കെ തന്നെ സന്ദർശിക്കാം. എങ്കിൽ തന്നെയും 2 ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് ആസ്വദിച്ച് ഓരോ സ്ഥലങ്ങൾ സന്ദർശിക്കാവുന്നതേ ഉള്ളൂ. ഏലപ്പാറയുടെ ഭാഗങ്ങളൊക്കെ അടുത്തു വന്നു നമുക്ക് മനസ്സിലാക്കാം. തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ നിന്ന് അങ്ങ് ഏലപ്പാറ വരെ വഴിയിലുടനീളം ഇരു സൈഡിലുമായി തേയിലത്തോട്ടങ്ങൾ തന്നെ കാണാൻ സാധിക്കും. മൂന്നാർ ടൗണിൽ നിന്ന് കാന്തല്ലൂർ പോകുമ്പോഴും വട്ടവടയിലേക്ക് പോകുമ്പോഴും കാണുന്ന തേയിലത്തോട്ടങ്ങളെ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്കിനി കാണാൻ സാധിക്കുക. വിവിധ കമ്പനികളുടെ തേയിലകളാണ് ഈ ഭാഗങ്ങളിൽ കൃഷി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ ഏലക്കാടുകളും നമുക്ക് വഴിയരികെ കാണാൻ സാധിക്കും. ഇനി ആ സുന്ദരമായ കാഴ്ചകളിലേക്ക്.
ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ് ഈ പോകുന്ന വഴിയരികെ. വാഹനങ്ങൾ നിർത്തി ധാരാളം ആളുകൾ ഫോട്ടോയൊക്കെ എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏലപ്പാറ കുട്ടിക്കാനം ഭാഗങ്ങൾക്കിടയിലുള്ള മലനിരകളാണ് അങ്ങകലെ കാണുന്നത്. അതിനിടയ്ക്ക് കാണുന്ന താഴ്വരകളും തൊഴിലാളി ലയങ്ങളും അതോടൊപ്പം കാണുന്ന തേയിലത്തോട്ടങ്ങളും വഴിയരെ ധാരാളം ആളുകളൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ വളരെ അവിസ്മരണീയമായ കാഴ്ച തന്നെയാണ്. അതുകൊണ്ട് വാഗമണ്ണിലെത്തുന്നവർ തീർച്ചയായും തിരിച്ച് ഈരാറ്റുപേട്ട വഴി പോകാതെ ഏലപ്പാറയുടെ ഭാഗങ്ങളൊക്കെ സന്ദർശിച്ച് തിരിച്ച് മടങ്ങുന്നതാണ് നല്ലത്. ഈരാറ്റുപേട്ട വഴി തിരിച്ച് ഇതേ വഴി പോവാം. അല്ലായെങ്കിൽ കട്ടപ്പന ഭാഗത്തേക്കാണെങ്കിൽ ഏലപ്പാറ വഴിയും കോട്ടയം ഭാഗത്തേക്കാണെങ്കിൽ കുട്ടിക്കാനം വഴിയും പോകാൻ സാധിക്കുന്നതാണ്. വാഗമൺ കണ്ട ശേഷം അടുത്ത ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ ഇതുവഴി മുമ്പോട്ട് ചെല്ലുമ്പോൾ പാഞ്ചാലിമേട്, പരുന്തുംപാറ, പിന്നീട് മുമ്പോട്ട് പോകുമ്പോൾ തേക്കടി, പിന്നെ തമിഴ്നാട് എന്ന രീതിയിൽ പോകാനാണെങ്കിൽ മേഘമല, കൊടൈക്കനാൽ ഒക്കെ വാഗമൺ സന്ദർശിച്ച ശേഷം പോയി കാണാവുന്നതാണ്. സാധാരണക്കാരായ വിനോദസഞ്ചാരികൾക്കും സാഹസികരായ വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് വാഗമൺ. വാഗമണ്ണിനടുത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറയാതെ പോയ ചില ഭാഗങ്ങളുണ്ട്. അതായത് ഏലപ്പാറ എത്തിയ ശേഷം ഇടുക്കി വഴി നമുക്ക് ഇടുക്കി ഡാം, അതിനോട് ചേർന്നുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, പിന്നീട് അതുവഴിയാണെങ്കിൽ മൂന്നാറിലേക്കും പോകാവുന്നതാണ്. ഏത് കാലാവസ്ഥയിലും നമുക്ക് സന്ദർശിക്കാൻ പറ്റിയ സ്ഥലമാണ് വാഗമൺ. ഓരോ കാലാവസ്ഥയിലും വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്ക് വാഗമണിൽ നിന്ന് ലഭിക്കുക. ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയിൽ നമുക്ക് അകലെയുള്ള പല ദൃശ്യങ്ങളും അതിൻ്റെതായ മനോഹാരിതയും കാണാൻ സാധിക്കുമെങ്കിൽ കോടയുള്ള സമയത്ത് ആണെങ്കിൽ കോടയുടേതായ സൗന്ദര്യം ആസ്വദിക്കാം. മഴക്കാലത്താണെങ്കിൽ മഴയോടൊപ്പം ചേർന്നുള്ള കോടയും ആസ്വദിക്കാവുന്നതാണ്. കോടയുള്ള സമയങ്ങളിൽ നമുക്ക് ഈ വഴി സന്ദർശിച്ച് കുട്ടിക്കാനത്തെത്തി അവരുടെ തണുപ്പൊക്കെ ആസ്വദിച്ച് ഭക്ഷണം കഴിച്ച് തിരികെ പോകുന്നതൊക്കെ വളരെ രസകരമായ അനുഭവമാണ്. ഈ ഭാഗങ്ങൾ ഈ അടുത്ത കാലത്തായിട്ടാണ് റോഡുകളൊക്കെ ഇത്രയും മനോഹരമാക്കിയിരിക്കുന്നത്. അതായത് വാഗമൺ ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചിട്ട് വളരെയധികം നാളുകളായി. മനോഹരമായ റോഡുകൾക്കിടയിൽ കൂടിയുള്ള യാത്ര ആസ്വദിക്കാം. കൂടെ തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയും. അങ്ങനെ യാത്ര ചെയ്ത് ഏലപ്പാറയോടടുത്തു. ഏലപ്പാറയോടടുക്കുമ്പോഴും നമുക്ക് തേയിലത്തോട്ടങ്ങളുടേതായ സുന്ദര ദൃശ്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. തേയിലത്തോട്ടങ്ങളിടയിൽ കൂടി നമ്മൾ ഏലപ്പാറയിലേക്ക് എത്തുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് ചെറിയൊരു ടൗണും അതിനോട് ചേർന്നുള്ള തിരക്കുകളും ഭക്ഷണം കഴിക്കാനും താമസിക്കാനുമുള്ള സൗകര്യങ്ങളുമാണ്. ഇനി ഏലപ്പാറയുടെ സുന്ദരമായ കാഴ്ചകളിലേക്ക്.
ഇവിടെ നിന്ന് നേരെ കാണുന്ന റോഡ് കട്ടപ്പന, ഇടുക്കി എന്നീ രീതിയിൽ പോകാവുന്ന റോഡുകളാണ്. വലത്തോട്ട് കയറിയാണ് നമുക്ക് പോകേണ്ടത്. കുട്ടിക്കാനത്തെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അത്യാവശ്യം ട്രാഫിക്കൊക്കെ ഉള്ള സ്ഥലമാണ് ഏലപ്പാറ. നമുക്കിവിടെ നിന്ന് ഇടതുവശം തിരിഞ്ഞ് കുട്ടിക്കാനം ഭാഗത്തേക്കാണ് പോകേണ്ടതായിട്ടുള്ളത്. അവിടേക്കുള്ള യാത്ര അതീവ മനോഹരമാണ്. ശബരിമല അടുത്തായതിനാൽ ധാരാളം അയ്യപ്പ ഭക്തരൊക്കെ വഴിയരെ നിൽക്കുന്നതും വാഹനത്തിൽ പോകുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. മുമ്പോട്ടുള്ള യാത്രയിൽ മൂന്നാറിലെ ഗ്യാപ്പ് റോഡിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള റോഡുകളാണ് ഇവിടെ മുതൽ കുട്ടിക്കാനം വരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വ്യൂ പോയിൻറ്റുകളും അതോടൊപ്പം തന്നെ ഇരുവശങ്ങളും മലനിരകളും തേയിലത്തോട്ടങ്ങളൊക്കെ നിറഞ്ഞ കാഴ്ചകളാണ് മുമ്പോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ട്രാഫിക് അല്പമുണ്ടെങ്കിൽ തന്നെയും മുമ്പോട്ട് പോകുമ്പോൾ വളരെ വിശാലമായ റോഡും അതിനോട് ചേർന്നുള്ള കാഴ്ച ദൃശ്യങ്ങളുമാണ്. 2023 ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. അതുവരെയും ഇതുവഴിയുള്ള യാത്ര വളരെ ദുഷ്കരമായിരുന്നു. ഈ റോഡ് പണിയുടെ ഭാഗമായി വളരെ നാളായി റോഡ് പാച്ച് വർക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. പണി കംപ്ലീറ്റ് ആയ ശേഷമുള്ള റോഡ് വളരെ മനോഹരമാണ്. ആ യാത്രാ കാഴ്ചകളിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ മൂന്നാർ ഗ്യാപ്പ് റോഡ് പോകുന്ന അതേ ഫീല് തന്നെയാണ് ഇതുവഴി പോകുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ മുഴുവൻ തേയിലത്തോട്ടങ്ങളാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ ഈ വഴി പോകുമ്പോൾ തേയിലത്തോട്ടങ്ങളും ചെറിയ വനനിരകളും മലനിരകളുമാണ് കാണാൻ സാധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.